ഹായ് ഫ്രണ്ട്സ്, എഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന കേരളത്തിലെ BSc നേഴ്സിംഗ് അലൈഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് LBSൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലിലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ 2025-2026 അക്കാദമിക് ഇയറിലേക്കുള്ള BSc നേഴ്സിംഗ് അലൈഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള LBSൻ്റെ അപ്ലിക്കേഷൻ മെയ് 14 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് മെയ് 14 മുതൽ ജൂൺ 4 വരെയാണ് LBS അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും LBS അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ LBS എന്താണെന്ന് പലർക്കും അറിയില്ല. LBS എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ BSc നേഴ്സിങ്ങിനും അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ LBS മുഖാന്തരമാണ്. അതായത് LBS അലോട്ട്മെൻറ്റ് വഴിയാണ് ഏറ്റവും കൂടുതലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. കേരളത്തിൽ ഏകദേശം 10,500 സീറ്റുകളാണ് ടോട്ടലായിട്ട് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിട്ട് വരുന്നത്. ഇതിൽ ഗവൺമെൻറ് കോളേജുകളിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുമായിട്ട് ഏകദേശം 7,500 കൂടുതൽ സീറ്റുകൾ LBS അലോട്ട്മെൻറ്റ് വഴിയാണ് സീറ്റ് ലഭിക്കുന്നത്. അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നതും LBS വഴി തന്നെയാണ്. അപ്പോൾ മെയ് 14 മുതൽ ജൂൺ മാസം 4 വരെയാണ് LBSൻ്റെ അപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ BSc നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ മറ്റു അലൈഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കോ നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് LBS അലോട്ട്മെൻറ്റിന് നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവിധ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഞങ്ങൾ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട്. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നീട് വന്നൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാവിധ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ LBSൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ OBC വിഭാഗക്കാർക്ക് 800 രൂപയും SC/ST വിഭാഗക്കാർക്ക് 400 രൂപയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ, അതായത് ഓൺലൈനായിട്ടോ UPI പേയ്മെൻറ്റോ അങ്ങനെയോ അല്ലാന്നുണ്ടെങ്കിൽ ചലാനായിട്ടോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ LBSൻ്റെ ഈ ഒരു അപ്ഡേറ്റ് ആണ് എനിക്ക് പറയാനുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് LBSൻ്റെ ഓരോ അപ്ഡേറ്റുകളും നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ LBSൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. LBSൻ്റെ എല്ലാവിധ അപ്ഡേറ്റ്സുകളും നമ്മൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സുകൾ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ +2 കഴിഞ്ഞ് BSc നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ LBSൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.